ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇതൊരു 2-3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ നമുക്കിന്ന് 13 വരെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് പേജിലോട്ട് പോവാം. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്. സോ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കൂടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഞാൻ കാര്യം നോട്ട് പ്രൊവൈഡ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. സോ അത് കുറച്ചുകൂടെ ഈസിയാണ്. ഈ നോട്ട് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. സോ ടെക്സ്റ്റ് ബുക്ക് കൂടെ വച്ചോ കേട്ടോ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ഞാൻ തരുന്ന നോട്ട് ഫോളോ ചെയ്താൽ മതി. ഓൾമോസ്റ്റ് എല്ലാം അതിലുള്ളതുപോലെ തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇന്ത്യ ലാൻഡ് ഓഫ് മിക്സ്ഡ് കൾച്ചർ ആൻഡ് പ്ലൂറലിസം. അല്ലേ, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ്, ഒരുപാട് സംസ്കാരമുണ്ട് അല്ലേ. കേരളത്തിലൊരു സംസ്കാരമാണെങ്കിൽ നോർത്തിൽ വേറൊരു സംസ്കാരം. അതുപോലെ പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ പല റിലീജിയൻസ്, പല റേസസ്, അതുപോലെ പല കാസ്റ്റ് തുടങ്ങിയ എല്ലാ ആൾക്കാരും കൂടിച്ചേരുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്തൊരു രാജ്യവും ഇന്ത്യയുടെ അത്ര വൈവിധ്യത്തോടെ ഈ ഒരു പ്ലൂറലിസത്തോടെ ജീവിക്കുന്ന ഒരൊറ്റ രാജ്യം പോലും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം ഓരോ രാജ്യങ്ങളായി മാറിയേനെ. യൂറോപ്പിലുള്ള പോലെ, യൂറോപ്പിൽ പല ലാംഗ്വേജ് ഉണ്ട്, പല കൾച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെ അതിനെ ഫ്രാൻസ് എന്നും ജർമ്മനി എന്നും പോളണ്ട് എന്നും തുടങ്ങിയ രാജ്യങ്ങളാക്കി മാറ്റി. ഇന്ത്യയെ മാറ്റി നിർത്തുന്ന ഒരൊറ്റ കാര്യം ഇന്ത്യയുടെ പ്ലൂറലിസം ആൻഡ് ഡൈവേഴ്സിറ്റിയാണ്. സോ നെക്സ്റ്റ് പോയിന്റ് നോക്കിയോ. ദ എവല്യൂഷൻ ബിഗാൻ വിത്ത് ദ പ്രിമിറ്റീവ് ഹ്യൂമൻ ഗ്രൂപ്പ്സ് ഹു കെയിം ടു ഇൻഹെബിറ്റ് ദിസ് ലാൻഡ് ഫ്രം ഫാർ ഓഫ് ലാൻഡ്സ്. അപ്പം ഒരു എവല്യൂഷൻ തുടങ്ങുന്നത് തന്നെ അല്ലേ, എവല്യൂഷൻ അറിയാമല്ലോ എന്താണെന്ന്, കാലാകാലങ്ങളായി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എവല്യൂഷൻ. സോ എവല്യൂഷൻ തുടങ്ങുന്നത് തന്നെ എവിടെ നിന്നാണ്? പ്രിമിറ്റീവ് ഹ്യൂമൻ ഗ്രൂപ്പ്സ്, അതായത് ആദ്യകാല മനുഷ്യരിൽ നിന്നുമാണ് നമ്മുടെ എവല്യൂഷൻ തുടങ്ങുന്നത്. അവരെന്ത് ചെയ്തു? നമ്മുടെ നാട്ടിലേക്ക് താമസത്തിന് വന്നു അല്ലേ. നമ്മുടെ ഇന്ത്യയിലൊക്കെ താമസത്തിന് വന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് വന്നത്? ഫ്രം ഫാർ ഓഫ് ലാൻഡ്സ് അല്ലേ, വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇന്ത്യയിൽ ആദ്യം താമസിക്കാൻ എത്തിയത്. Later, people got mixed with several other human groups that had come to this land through different routes over different periods of time and whose generations have been living here for thousands of years. അങ്ങനെ ഇവിടെ ആൾക്കാരെത്തി, അവർ പല ഹ്യൂമൻ ഗ്രൂപ്പ്സുകളുമായിട്ട് മിക്സ് ചെയ്തു അല്ലേ. മിക്സ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പം ഇവിടെ ഉണ്ടായിരുന്നവർ പിന്നെ വേറെ കുറച്ച് ഗ്രൂപ്പുകൾ വന്നു. അങ്ങനെ ഇവരൊക്കെ കൂടെ മിക്സായി. അതിനുശേഷം ഇവർ വന്ന രീതി എങ്ങനെയാണ്? ത്രൂ ഡിഫറെൻറ്റ് റൂട്ട്സ് അല്ലേ, പല റൂട്ടുകളിൽ കൂടെ വന്നിട്ടുണ്ട്. ബോട്ട് മാർഗത്തിൽ വന്നിട്ടുണ്ട്. ബോട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ചങ്ങാടമാണേ, അല്ലാതെ സ്പീഡ് ബോട്ടൊന്നും അല്ല. പിന്നെ വന്നിട്ട് നമ്മുടെ നടന്നു വരാറുണ്ട്. അങ്ങനെയൊക്കെ തുടങ്ങിയ യാത്രകളിലൂടെയൊക്കെയാണ് ആൾക്കാർ പല പീരീഡ്സ് ഓഫ് ടൈം, പല കാലങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. ആൻഡ് ഹൂസ് ജനറേഷൻസ് ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അല്ലേ. അപ്പോൾ അന്ന് വന്ന ആൾക്കാരുടെ ജനറേഷൻ, അന്ന് വന്ന ആൾക്കാരുടെ തലമുറ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. നമ്മളൊക്കെ അതിലെ ഒരു ഭാഗം തന്നെയാണ്. This diversity is evident in language, costumes, traditions, festivals, beliefs, agriculture and the like. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുടനീളം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു പല ടൈപ്പ് ലാംഗ്വേജ് ഉണ്ട്. ഇന്ത്യയിൽ മാത്രം അറിയാമല്ലോ, ഏതാണ്ട് എബൌട്ട് 20 ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ കോസ്റ്റ്യൂംസ്, പല ടൈപ്പ് ഓഫ് വേഷങ്ങളുണ്ട്. ട്രഡീഷൻ അല്ലേ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യം. ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങൾ. ബിലീഫ്സ്, വിശ്വാസം. അഗ്രികൾച്ചർ അല്ലേ, കൃഷി രീതികൾ, ഇതെല്ലാം ഭയങ്കര വ്യത്യാസമാണ്. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ ഒരു കൾച്ചറിൻ്റെ വ്യത്യാസം, ഇത്രയും സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് അടുത്ത പോയിന്റും പറയുന്നത്. ഈ ഒരു ഇന്ത്യക്ക് സംസ്കാരത്തിൽ ഇത്രയും വ്യത്യാസമുള്ളതുപോലെ തന്നെ ജോഗ്രഫിക്കലായിട്ടും ഡൈവേഴ്സിറ്റി ഉണ്ട്. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാട്ടിലെ ഭൂപ്രകൃതിയെ മൊത്തത്തിലൊക്കെ നമുക്ക് പറയാം ജോഗ്രഫി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ജോഗ്രഫി ഓഫ് ദ എർത്ത് എന്ന് പറയാം. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മല, കുന്ന്, കടൽ, ഐലൻഡുകൾ തുടങ്ങിയതെല്ലാം വരും നമ്മുടെ ജോഗ്രഫി. അതാണ് നമ്മൾ ഈ ജോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയെ പറ്റി, ഇന്ത്യയിലുള്ള ഭൂപ്രകൃതിയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സോ ഇൻ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഡെസസീവ് റോൾ ഇൻ കൺട്രീസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലായാലും ലോകത്തായാലും ഇത്രത്തോളം ജോഗ്രഫിക്ക് ഒരു വൈവിധ്യം വന്നത് അതെന്തുകൊണ്ടാണ്? ഹാസ് എ ഡെസസീവ് റോൾ ഇൻ ദ കൺട്രീസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. നമ്മുടെ ഇവിടെയുള്ള സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യവും അതുപോലെ ജോഗ്രഫിയിൽ വരുന്ന വൈവിധ്യവും തമ്മിൽ ഒരു അടുപ്പമുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ പാഠം പഠിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സോ നമ്മളെ ഇവിടുത്തെ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കാം. കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് തൊട്ട് മുമ്പത്തെ പാരഗ്രാഫിൽ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ 3 പോയിൻ്റ് ഇവിടെ പഠിച്ചത്. ഇനി ഇവിടുത്തെ ഉള്ള ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി
നമ്മളിനി നോർത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർത്തേൺ പാർട്ടിൽ എന്ത് കാണാം? നോർത്തേൺ മൗണ്ടൻസ് കാണാം. ഞാൻ എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് ഇടുന്നുണ്ട്, ജസ്റ്റ് നോക്കിക്കോ. പിന്നെ വാസ്റ്റ് ആൻഡ് ഫെർട്ടൈൽ പ്ലെയിൻ. സൗത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? നല്ല പാടങ്ങൾ, അല്ലേ? ഫെർട്ടൈൽ, ബലഭൂഷ്ടിയുള്ള പാടങ്ങളുണ്ട്. പിന്നെ വെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? ഡെസേർട്ട് കാണാം. പിന്നെ അതുപോലെ സെൻട്രൽ പാർട്ടിൽ പോയി കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് പ്ലേറ്റ്യൂ എന്ന് വെച്ചാൽ ഞാൻ പിക്ചർ ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്ത് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോമാണ് പ്ലേറ്റ്യൂ എന്നുള്ളത്. കണ്ടല്ലോ. ആൻഡ് കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ കടൽ തുടങ്ങിയ സ്ഥലങ്ങൾ, അതൊക്കെയാണ് ഈസ്റ്റിലും വെസ്റ്റ് സൈഡിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിഞ്ഞൂടെ, നമ്മുടെ കേരളത്തിൻ്റെ ഇടതും വലതും കടലാണ്. അതാണ് ഈസ്റ്റും വെസ്റ്റും കോസ്റ്റൽ ഏരിയാസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആർൻറ്റ് യു കൺവിൻസ്ഡ് ദാറ്റ് ഇന്ത്യാസ് ടോപ്പോഗ്രഫി ഈസ് വെരി ഡൈവേഴ്സ്? അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്ത്യക്ക് എത്രമാത്രം വൈവിധ്യമാണ് ജോഗ്രഫിയിൽ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിയിൽ, ഭൂപ്രകൃതിയിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. സോ ദിസ് ടോപ്പോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി അലോങ് വിത്ത് കൺട്രീസ് സ്പെഷ്യൽ ലൊക്കേഷൻ ഹാസ് കോൺട്രിബ്യൂട്ട് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് മൺസൂൺ ക്ലൈമറ്റ് അഥവാ റെയിനി സീസൺ ഇൻ ദിസ് റീജിയൻ. അപ്പോൾ ഇത്രയും ടോപ്പോഗ്രഫിക്കൽ ഭൂപ്രകൃതിയിലുള്ള ഒരു വൈവിധ്യം കാരണമാണ് ഈ മാത്രം അതിൻ്റെ കൂടെ പിന്നെ കൺട്രി, നമ്മുടെ രാജ്യത്തിനകത്ത് പല പല ലൊക്കേഷനുകളുണ്ട്. അതായത് ചിലയിടത്ത് വളരെ കുന്നാണെങ്കിൽ ചിലയിടത്ത് താഴ്ന്ന പ്രദേശം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതും കൂടെ കാരണത്താലാണ് നമുക്കിവിടെ മൺസൂൺ ക്ലൈമറ്റ് അല്ലെങ്കിൽ റെയിനി സീസണൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ അറിയാമല്ലോ, നല്ല റെയിനി സീസണാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ 5 മണിക്ക് വളരെ വലിയ ഇടിയും മിന്നലും കേട്ടാണ് എണീക്കുന്നത് തന്നെ. അപ്പോൾ ഹ്യൂമൻ ലൈഫ് ആൻഡ് അഗ്രികൾച്ചറൽ പാറ്റേൺസ് ആയിട്ട് അക്കോർഡൻസ് വിത്ത് ദിസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മുടെ ഈ ഓരോ സീസൺ വെച്ചിട്ടായിരിക്കും മനുഷ്യ ജീവിതം, ആൾക്കാർ ഏത് ടൈപ്പ് ഓഫ് ജീവിതം ജീവിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അഗ്രികൾച്ചർ, അല്ലേ? ഇപ്പം മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നെൽകൃഷിയും തുടങ്ങിയതൊക്കെ നടത്താമെങ്കിൽ ചൂടുള്ളിടത്ത് മറ്റ് പല ഫുഡ് ഐറ്റംസ് ആയിരിക്കും നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പല കാലങ്ങളിലുണ്ടാക്കുന്ന റാബി, കാരിഫ് ക്രോപ്സ്, റാബി ക്രോപ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇനി ഇന്ത്യയെ നമ്മൾ എങ്ങനെയാണ് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോർത്തേൺ മൗണ്ടൻ റീജിയൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റ്യൂ, ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ഞാൻ വീണ്ടും പിക്ചേഴ്സ് ഇടാം, നേരത്തെ കണ്ട അതേ പിക്ചേഴ്സ് തന്നെയാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ യാഥാർത്ഥ്യ നെയിം ഇതൊക്കെയാണ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്നും ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ഓരോന്ന് വിളിക്കുന്നത്. സോ എന്താണ് വാട്ട് ഈസ് റൂഫ് ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. എന്തിനെയാണ് റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുന്നത്? റൂഫ് എന്ന് വെച്ചാൽ അറിയാം, നമ്മളെ വീട്ടിൽ റൂഫില്ലെങ്കിൽ നമ്മൾ മുഴുവൻ മഴ നനയും. ഇതുപോലെ തന്നെ നമുക്കൊരു റൂഫുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ആകാശമെന്നോ അറ്റ്മോസ്ഫിയർ എന്നോ വിചാരിക്കേണ്ട. നമ്മുടെ റൂഫ് എന്ന് പറയുന്നത് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആണ്, അതായത് നമ്മുടെ ഹിമാലയം. അപ്പോൾ ഹിമാലയം, ആ നോർത്തിലുള്ള മലനിരകളെയാണ്, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെയാണ് നമ്മളെ എന്തെന്ന് വിളിക്കുന്നത്? റൂഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ഫോം ദ നോർത്തിലാണല്ലോ അത് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. നോർത്തിൽ നിന്ന് തുടങ്ങി നോർത്ത് ഈസ്റ്റ് വരെ പോകും. ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. നോർത്തിൽ നിന്ന് തുടങ്ങി നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി വരെയാണ് എന്ത് കിടക്കുന്നത്? നോർത്തേൺ മൗണ്ടൻ റേഞ്ച് കിടക്കുന്നത് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, അല്ലേ? എന്തുകൊണ്ടാണ് ഈ സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കാൻ കാരണം? നമ്മളെ ഏഷ്യ ഒരു വലിയൊരു കോണ്ടിനെൻ്റാണ്, അതിൻ്റെ ഒരു സബ് പോർഷനാണ്, ഒരു സബ് കോണ്ടിനെൻ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ നോർത്തിൽ നിന്ന് തുടങ്ങി നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി വരെ വ്യാപിച്ച് കിടക്കുന്ന മൗണ്ടൻ റേഞ്ചുകളാണ്. അതിനകത്ത് സെവറൽ മൗണ്ടൻ റേഞ്ചസ് that originate from Pamir Knot and extends up to പൂർവാചൽ in east, അല്ലെ? പമീർ നോട്ട്, ഏറ്റവും ടോപ്പിലെ പമീർ നോട്ടിൽ നിന്നും നമ്മുടെ പൂർവജൽ മാപ്പിൽ കാണാമല്ലോ, ആ ഈസ്റ്റ് വരെ ഉള്ള മലനിരകളെ മുഴുവൻ, എല്ലാ മൗണ്ടൻ റേഞ്ചസിനെയും കൂടെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അല്ലേ? ഒബ്സർവ് ദ ഗിവൻ മാപ്പ് ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ നോർത്തേൺ മൗണ്ടൻസ്, ഐഡൻറ്റിഫൈ ദ അതർ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ പമീർ നോട്ട്, അല്ലേ? ഇപ്പം പമീർ നോട്ട് തൊട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്ന പലതരം മൗണ്ടൻസ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിലേതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. കൺലനുണ്ട്, കാരക്കോറം റേഞ്ച് ഉണ്ട്,
ലഡാക്ക് റേഞ്ച് ഉണ്ട്, സസ്കർ റേഞ്ച് ഉണ്ട്, ഹിന്ദുകുഷ് ഉണ്ട്. അപ്പോൾ അതുപോലെ ബാക്കി 2-3 കൂടെ നമ്മൾക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റും. ആ ഓറഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മൗണ്ടൻ റേഞ്ചസ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ആൻഡ് മാത്രമല്ല, നിങ്ങൾ ആ മാപ്പ് നോക്കിയേ, മാപ്പ് നോക്കുമ്പോൾ കണ്ടോ ആ ഒരു ഓറഞ്ച് വര വരച്ചിരിക്കുന്നത് അതാണ് മൗണ്ടൻ റേഞ്ചസ്. ഓക്കെ, ആ മാപ്പിൽ താഴെ നിങ്ങൾ നോക്കിയേ ലെജൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലെജൻഡ് എന്ന് കൊടുത്തിട്ട് ബോക്സിനകത്ത് ഡ്രെയിനേജ് മൗണ്ടൻ റേഞ്ചസ് 300 to 600 മീറ്റർ. ഈ മാപ്പിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായോ? ലൈക്ക് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ മൗണ്ടൻ റേഞ്ചസ് ആണ് നിങ്ങളവിടെ കാണാൻ കഴിയുന്നത്. അതിനുശേഷം 300 to 600 മീറ്ററുള്ള പൊക്കമുള്ള സ്ഥലങ്ങളാണ് ആ ഒരു 3 വര വെച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് 0 to 300 മീറ്റർ മാത്രം പൊക്കമുള്ളത്. അതുപോലെ ഒരു എക്സ് പോലെ ക്രോസ് ചെയ്തിരിക്കുന്നിടത്തുള്ള ഹൈറ്റ് 600 to 900 മീറ്റർ പൊക്കമാണ് ആ പ്രദേശങ്ങളിലുള്ളത്. അപ്പോൾ നോർത്ത് എത്തിയപ്പം കണ്ടില്ലേ, എബവ് 900 മീറ്റർ സീ ലെവൽ അല്ലേ. നമ്മളെ ഹിമാലയ ഏരിയ ഒക്കെ എത്രയാണ്, 8000 മീറ്റർ വരെ പൊക്കമുള്ള ഏരിയാസാണ്. അതാണ് ആ മാപ്പിൽ കൊടുത്തിരിക്കുന്ന ഓരോ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So, the relatively young and lofty northern mountain ranges have been formed by folding of rock layers. അല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, അല്ലെങ്കിൽ എന്താണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുണ്ടായിരിക്കുന്നത്, ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? റോക്കിൻ്റെ ലെയേഴ്സ് ഫോൾഡ് ആകുമ്പോഴാണ്. ഞാൻ പിക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഫോൾഡിങ് എന്ന് വെച്ചാൽ, ഫോൾഡ് മൗണ്ടൻസ് ആർ ഫോം ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് സെഡിമെൻ്ററി റോക്ക് സ്ട്രാറ്റ ഓഫ് ദ എർത്ത്സ് ക്രസ്റ്റ്. നമ്മളെ എർത്ത് ക്രസ്റ്റ് അറിയാമല്ലോ, ഏറ്റവും മേളിലത്തെ ലെയറാണ് അല്ലേ. അപ്പോൾ ക്രസ്റ്റിൽ നിന്നും ഈ സെഡിമെൻ്ററി റോക്സ് അതിങ്ങനെ കംപ്രഷൻ സംഭവിക്കും. കംപ്രസ് ചെയ്ത് കണ്ടില്ലേ, ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കംപ്രസ് ചെയ്ത് ഒരു മടക്ക് പോലെ എന്താണ് സർഫസിൽ നിന്നും പൊങ്ങി വരികയാണ്, ഒരു മല പോലെ. അതൊരു കുഞ്ഞു മലയാണ്, ഹിമാലയമൊക്കെ വലിയ മലയാളമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി. അപ്പോൾ ഈ ഒരു നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഇങ്ങനെ റോക്ക് ലെയർ ഫോൾഡ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് എക്സ്റ്റെൻസ് ഫ്രം റിവർ ഇൻഡസ് ഇൻ വെസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ഈസ്റ്റ്. അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. നമ്മുടെ ഇൻഡസ് നദി, വെസ്റ്റിലുള്ള ഇൻഡസ് നദിയിൽ നിന്നും അതുപോലെ ബ്രഹ്മപുത്ര ഈസ്റ്റ് വരെയാണ് ഇതിൻ്റെ നീളം. അത് അത്രയും ദൂരമാണ് ഇത് കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2400 കിലോമീറ്ററാണ്. അതുപോലെ ഇതിൻ്റെ വിട്ടെന്ന് പറയുന്നത് 150 to 400 കിലോമീറ്റർ. ആൻഡ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ട്രാൻസ് ഹിമാലയാസ്, ദ ഹിമാലയാസ്, ദ ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഇയറും ജോഗ്രഫിയിൽ ഇത് പഠിക്കും. സോ അതുകൊണ്ട് ഈ വർഷത്തെ സിലബസ് ഞാൻ എളുപ്പമാണെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇറ്റ്സ് ജസ്റ്റ് എ കണ്ടിന്യൂവേഷൻ. ഇത് അടുത്ത വർഷത്തേക്കുള്ളൊരു കണ്ടിന്യൂവേഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് നല്ല സ്കോർ അടുത്ത വർഷവും മേടിക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ഇയറത്തെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടഫുമാണ്. സോ ഇപ്രാവശ്യം നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, അടുത്ത വർഷം നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ second question, generally mountains are the landforms with an average elevation above 900 meters from the sea level. Observe the given map and find the major mountain ranges in India, include them in my own atlas. അല്ലേ, അപ്പം നമുക്കറിയാം സാധാരണ മൗണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്രയാണ്, ഒരു 900 മീറ്റർ, ഏതാണ്ട് 1 കിലോമീറ്റർ പൊക്കം തന്നെ ഒരു നല്ല ഒരു മൗണ്ടൻ റേഞ്ചിന് കാണും ഹൈറ്റ്. സോ ഈ ഒരു അറ്റ്ലസ് നോക്കിയിട്ട് ഇതിനകത്ത്, അല്ലെങ്കിൽ നമ്മളെ ഈ ഗിവൻ മാപ്പ് ഉണ്ടല്ലോ, ഫിഗർ 1.1 നോക്കിയിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം കാരക്കോറം റേഞ്ച്, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, ആരവല്ലി, കശ്മീർ ഹിൽസ്, വിന്ധ്യാൻ റേഞ്ച്, പൂർവജൽ, നാഗ ഹിൽസ്. അപ്പം നിങ്ങൾ ആ ഒരു മൗണ്ടൻ റേഞ്ച് മാപ്പിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന വരയുണ്ടല്ലോ, ഓറഞ്ച് സ്ഥലവും മാപ്പ് എന്താണ് ഹൈറ്റ് കൂടിയ പ്രദേശമാണ്. പക്ഷെ ആ ഓറഞ്ചിൽ വരച്ചിരിക്കുന്നതൊക്കെയാണ് എല്ലാ മൗണ്ടൻ റേഞ്ചുകളെന്ന് പറയുന്നത്. ഓക്കെ, സോ ഈസ്റ്റേൺ ഗട്ട്സ് ഒക്കെ അറിയാം, വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ നമുക്ക് ആ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ അറിയാം. അത് കേരളത്തിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നൊരു സ്ഥലമാണ്. നമ്മളിവിടെ നിന്ന് പലയിടത്തും നമുക്ക് കാണാനും കഴിയും വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ. ശരി, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗിവൻ മാപ്പ്. ദ ഇൻഡെക്സ് ഓഫ് ദ മാപ്പ് വിൽ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദിസ് വർക്ക്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്, മറ്റൊരു ടേബിൾ. അത് നിങ്ങൾ നോക്കണമെങ്കിൽ ഫിഗർ 1.2 പോവുക. ഫിഗർ 1.2 പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം. അതിൽ ട്രാൻസ് ഹിമാലയാസ്, ഇതും നമുക്ക് മാപ്പ് നോക്കി സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ മാപ്പിൽ എന്തൊക്കെയാണ് ഈ വരകളെന്ന് കൊടുത്തിട്ടുണ്ട്. ചുവപ്പിന് ട്രാൻസ് ഹിമാലയാസ്, വയലറ്റ് ഹിമാലയാസ്, ആൻഡ് ഗ്രീന് പൂർവജൽ.
മനസ്സിലായല്ലോ അത്. ഇനി ഇതിലെ ചോദ്യം, ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത് കാരക്കോറം ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരക്കോറം റേഞ്ച്. ഇപ്പോൾ ചുവപ്പിലുള്ള വരയിലുള്ള ഏതാ അടുത്തത്? ലഡാക്ക് റേഞ്ച്. അതുപോലെ ഹിമാലയ, ഹിമാദ്രി വയലറ്റ് ആണ് അല്ലേ, വയലറ്റിലുള്ളതിൻ്റെത് ഏതാ? ശിവാലിക്കുണ്ട്, ഹിമാചലുണ്ട്. അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്? നാഗാ ഹിൽസും പത്കായി ബമ്മും. കണ്ടല്ലോ ഈസ്റ്റിൽ നാഗാ ഹിൽസും പത്കായി ബമ്മും. അവിടെ തന്നെയാണ് പൂർവജൽ എന്ന് നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടു. അപ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ കൂടെ ഉള്ളതാണ് നാഗാ ഹിൽസും പത്കായി ബമ്മും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നുമല്ല, ഇതൊക്കെ ആൻസേഴ്സൊക്കെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് മൗണ്ടൻ റേഞ്ചസ്, അതിൻ്റെ ലൊക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന എന്തിനെ പറ്റിയിട്ടാണ്? ട്രാൻസ് ഹിമാലയാസ് എന്തെന്നാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയാസിനെ വിളിക്കുന്ന എന്താണ്? ഇതിൻ്റെ ട്രാൻസ് ഹിമാലയാസിൻ്റെ നോർത്തേൺ മോസ്റ്റ് ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ടിബറ്റൻ ഹിമാലയാസ്. അപ്പോൾ നോർത്തേൺ മോസ്റ്റ്, നോർത്തിലെ ആ ഒരു ഭാഗത്തിൽ ഞാൻ അതിൻ്റെ മാപ്പ് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഏതാണ് നോർത്തേൺ മോസ്റ്റ് എന്നുള്ള ഏരിയ. കാണാമല്ലോ. ഇനി അതിനെയാണ് കേട്ടോ ടിബറ്റൻ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ആവറേജ് എലിവേഷൻ എന്ന് വെച്ചാൽ ഉയരം 3000 മീറ്റർ, അതായത് 3 കിലോമീറ്ററാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 40 കിലോമീറ്റർ. ആൻഡ് ലെങ്ത്ത് 965 കിലോമീറ്റർ. സോ ഇത്രയും ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു എന്തെന്ന് പറയാം ലെങ്ത്തും മെഷർമെൻറ്റും. ഇനി ഈ ഒരു ട്രാൻസ് ഹിമാലയാസിൽ തന്നെ കാരക്കോറം റേഞ്ച് ഉണ്ട്. കാരക്കോറം റേഞ്ച് എന്ത് ചെയ്യും? കണക്ട്സ് ഹിമാലയാസ് വിത്ത് ദ പമീർ നോട്ട്. നിങ്ങൾ ആ മാപ്പ് ജസ്റ്റ് നോക്കിയേ, അതിനകത്ത് കാരക്കോറം റേഞ്ച് ഫിഗർ 1.1 നോക്കിയാലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ കാരക്കോറം റേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ എന്തും കാണാൻ പറ്റുന്നുണ്ട്, പമീർ നോട്ടും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പം കാരക്കോറം റേഞ്ച് കണക്ട്സ് ഹിമാലയാസ് വിത്ത് ദ പമീർ നോട്ട്. അപ്പം ഹിമാലയെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ കാരക്കോറം റേഞ്ചും ഈ പമീർ നോട്ടും കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു നമ്മുടെ നോർത്തേൺ അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയാസിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത് എന്താണ്? പാരലൽ മൗണ്ടൻ റേഞ്ചസ്. പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ് അറിയാമല്ലോ, ഒരേപോലെ ഒരേ രീതിയിലിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയപ്പം അവിടുത്തെ വരച്ചിരിക്കുന്ന വരകൾ ഏത് 1.2 മാപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു പാരലൽ രീതിയിലാണ് അല്ലേ. ചുവപ്പും വയലറ്റും തമ്മിലൊരു പാരലൽ സിങ്ക് ഉണ്ട്. അതുപോലെ ഗ്രീൻ ആയാലും ഏറ്റവും അവസാനം ആ ഒരു ഭാഗത്തൊരു പാരലലായിട്ടാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് എന്തെന്ന്? പാരലൽ മൗണ്ടൻ റേഞ്ചസ്. അപ്പോൾ പാരലൽ മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ് ഉള്ളത്? ശിവാലിക്, ഹിമാചൽ, ഹിമാദ്രി. അപ്പം നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കി പഠിച്ചാൽ മതി, ഇത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ശിവാലിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ടർ മോസ്റ്റ് പാർട്ട് അല്ലേ. ഔട്ടർ മോസ്റ്റ് പാർട്ടിനെ വിളിക്കുന്നതാണ് ശിവാലിക്, അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയാസ് എന്ന് വിളിക്കും. ഇത് ഹിമാചലിൽ വരുമ്പോൾ ഹിമാചലിനെ അറിയപ്പെടുന്നത് ലെസർ ഹിമാലയാസ്, ആൻഡ് ഹിമാദ്രി അറിയപ്പെടുന്നത് ഗ്രേറ്റർ ഹിമാലയാസ്. ഇനി ശിവാലിക്, അതായത് അതിൻ്റെ വിഡ്ത്ത് അല്ലേ, വിഡ്ത്ത് എന്ന് പറയുമ്പോൾ വീതി എത്രയാണ്? 60 to 150 കിലോമീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് നിൽക്കുന്നത്. ആൻഡ് അത് ഹിമാചലിലെത്തുമ്പോൾ 60 to 80 കിലോമീറ്റർ വീതിയോളം ഉണ്ട്. ആൻഡ് ഹിമാദ്രി എന്ന് പറയുമ്പം 25 കിലോമീറ്റർ. നമുക്കറിയാം ഉയരം കൂടും തോറും ഇതിൻ്റെ വീതി കുറഞ്ഞു കൊണ്ടുവരും അല്ലേ, പക്ഷേ ലെങ്ത്ത് കൂടും, വിഡ്ത്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഹിമാദ്രി വന്നപ്പോൾ 25 കിലോമീറ്റർ അതിൻ്റെ വീതിയുള്ളൂ. ആൻഡ് നിങ്ങൾക്കറിയാം ഔട്ടർ ഹിമാലയാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും പുറത്തുള്ള ഭാഗം. അതുകൊണ്ടാണ് അതിനെ ഔട്ടർ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ലെസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട്. ആൻഡ് ഗ്രേറ്റർ ഹിമാലയാസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. സദേൺ മോസ്റ്റ് ഓഫ് ഹിമാലയൻ റേഞ്ചസ് ആൻഡ് ബോർഡേഴ്സ് ഓഫ് ഗംഗാ പ്ലെയിൻ അല്ലേ. അപ്പം ഈ ഒരു ഔട്ടർ ഹിമാലയാസ് അല്ലെങ്കിൽ ശിവാലിക് എവിടെയാണ് ഉള്ളത്? സദേൺ മോസ്റ്റ് ഓഫ് ദ ഹിമാലയൻ റേഞ്ച്, നമ്മുടെ ഹിമാലയൻ റേഞ്ചിൻ്റെ സൗത്ത് ദിശയിലോട്ടാണ്. അപ്പോൾ മാപ്പിൻ്റെ സൈഡിൽ നോർത്ത്, വെസ്റ്റ്, സൗത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സൗത്ത് എന്ന് പറയുമ്പം കേരളത്തിൻ്റെ ഇങ്ങോട്ട്, അതൊക്കെയാണ് സൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയൻ റേഞ്ചിൻ്റെ സൗത്തിലായിട്ടാണ് ഈ ഒരു ശിവാലിക് ഉള്ളത്. അതുപോലെ തന്നെ ബോർഡേഴ്സ് ഓഫ് ഗംഗാ പ്ലെയിൻ, ഗംഗാ തീരത്തിൻ്റെ അടുത്തൂടെയൊക്കെ എന്ത് പോകുന്നുണ്ട്? നമ്മളെ ശിവാലിക് മലനിരകൾ പോകുന്നുണ്ട്. ആൻഡ് ഹിമാചൽ എവിടെയാണ്? നോർത്ത് ഓഫ് ശിവാലിക്. ഈ ശിവാലിക്കിൻ്റെ നോർത്ത് സൈഡിൽ, ഹിമാലയത്തിൻ്റെ സൗത്തിലാണ് ശിവാലിക്കെങ്കിൽ ശിവാലിക്കിൻ്റെ നോർത്ത് സൈഡിലാണ്
ഹിമാചൽ വരുന്നത് എന്ന് പറയുമ്പോൾ ശിവാലിക്കിൻ്റെ ഏറ്റവും മേളിലോട്ട്. ഇനി ഹിമാദ്രി അറിയപ്പെടുന്നത് എന്താണ്? സ്നോ ക്ലാഡ് മൗണ്ടൻസ്. അപ്പോൾ ഇതേ സെയിം പോയിന്റ് അടുത്ത വർഷം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സ്നോ ക്ലാഡ് മൗണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മലയിൽ എന്താണ്? ഫുള്ള് മഞ്ഞ് നിറഞ്ഞ മൗണ്ടൻസിനെയാണ് സ്നോ ക്ലാഡ് മൗണ്ടൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഹിമാചലിലെ എലിവേഷൻ എത്രയാണ്? 3500 to 4500 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 3.5 to 4.5 കിലോമീറ്റർ ഉയരമുണ്ട്. ആൻഡ് ഹിമാദ്രി ഉണ്ടോ ഉയരം 6 കിലോമീറ്റർ അടുപ്പിച്ച് ഉണ്ട്. സോ ഇത്രയാണ് നമ്മുടെ പാരലൽ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഹിമാലയം ഉണ്ടായത്? അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു മൗണ്ടൻ ഉണ്ടായത് എങ്ങനെയാണ് എന്നറിയാം. മാത്രമല്ല ഈ ഒരു മല ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റും. ഡു യു നോ ദാറ്റ് ദ ഹിമാലയാസ് വിച്ച് ഈസ് വൺ ഓഫ് ദ ലോഫ്റ്റി മൗണ്ടൻസ് ഓഫ് ദ വേൾഡ് ഈസ് സ്റ്റിൽ ഗ്രോയിങ്? അല്ലേ, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം വേറൊന്നുമില്ല. ദിസ് ഈസ് ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ്. അപ്പം നമുക്കറിയാം ഭൂമിയുടെ അടിയിൽ ഒരുപാട് പാളികളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ പാളികളിൽ വിള്ളൽ വരുന്ന സമയത്താണ് ഭൂമി കുലുക്കം, സുനാമി തുടങ്ങിയ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുപോലെ ഈ പാളികൾ എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് ഭൂമി വളരുന്നത്, ഭൂമിയല്ലല്ലോ നമ്മുടെ ഹിമാലയം വളരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ഓഫ് കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സ്. അപ്പോൾ എന്താണ് ക്രസ്റ്റൽ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്രസ്റ്റൽ നോക്കാനായിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ഓഫ് കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്ട് കാണാൻ കഴിയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഷ്യൻ്റെ താഴെയുള്ള ക്രസ്റ്റ്, അതായത് നമ്മുടെ ഭൂമിയുടെ അപ്പർ ലെയർ, അവിടെ ഒരുപാട് റോക്കുകളുണ്ട്. അതായത് അതിന് എക്സാമ്പിളാണ് നമ്മൾ ഈ ഗ്രാനൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഈ ക്രസ്റ്റൽ റോക്കുകൾക്ക് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഓഷ്യൻ്റെ താഴെയും ഈ ക്രസ്റ്റ് ഉണ്ട്, അതിനെയാണ് ക്രസ്റ്റൽ റോക്ക്, അത് ഓഷ്യൻ്റെ ക്രസ്റ്റൽ റോക്ക്. അതുപോലെ കോണ്ടിനെൻ്റൽ, അതായത് നമ്മളെ തീരത്തും അതുപോലെ എന്താണ് ഒരുപാട് താഴെ ക്രസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ക്രസ്റ്റൽ റോക്സ് ഓഫ് ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ക്രസ്റ്റുകൾ മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എസ്തനോസ്ഫിയർ. എസ്തനോസ്ഫിയർ എന്താണെന്ന് നോക്കാം. അപ്പോൾ എസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെയും ഓഷ്യാനിക് ക്രസ്റ്റിനെയും കൂടെ നമുക്ക് ഒരുമിച്ച് പറയാം ലിത്തോസ്ഫിയർ എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് ആ ഒരു പിക്ചറിനകത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ക്രസ്റ്റുകളും വരുന്നതിനെ നമുക്ക് മൊത്തത്തിൽ എന്തെന്ന് വിളിക്കാം? ലിത്തോസ്ഫിയർ ഏരിയ എന്ന് വിളിക്കാം. ഈ ലിത്തോസ്ഫിയറിൻ്റെയും താഴെ വരുന്ന സ്ഥലത്തിനെയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ എസ്തനോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൺ ബിനീത്ത് ദ ലിത്തോസ്ഫിയർ വെയർ ദ റോക്സ് ആർ മോൾട്ടൺ ആൻഡ് ആർ ഇൻ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ലിത്തോസ്ഫിയറിന് താഴെയുള്ള എസ്തനോസ്ഫിയറിലെ പ്രത്യേകത എന്താണ്? അവിടുത്തെ കല്ലുകളെല്ലാം എങ്ങനെയാണ്? മോൾട്ടൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കണ്ടാൽ തന്നെ അറിയാം, ഒരു റെഡ് കളറിലാണ് അവിടെ കൊടുത്തിരിക്കുന്ന മാർക്കിംഗ്, കണ്ടല്ലോ, അതാണ് എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടുത്തെ റോക്സ് എങ്ങനെയിരിക്കും? മോൾട്ടൺ ആയിട്ട്, അതായത് ചുട്ടുപഴുത്ത് സെമി പ്ലാസ്റ്റിക്, അതായത് തൊടുമ്പം ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന രീതിയിൽ നമ്മളെ ലാവയൊക്കെ ഇല്ലേ, അതുപോലെയാണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ റോക്സ് ഇരിക്കുന്നത്. കാര്യം അവിടെ അത്രത്തോളം ടെമ്പറേച്ചറും പ്രഷറും ഒക്കെയാണ് അവിടെ ഉള്ളത്. സോ അവിടുത്തെ എന്താണ് കല്ലുകൾ ഇങ്ങനെ സെമി പ്ലാസ്റ്റിക്, നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഉരുക്കി വെച്ചേക്കില്ലേ, ആ ഒരു രീതിയിലാണ് അവിടുത്തെ എന്തിരിക്കുന്നത് റോക്ക് ഇരിക്കുന്നത്. സോ ദ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് വെരി സ്ലോലി അബവ് ദ എസ്തനോസ്ഫിയർ. അപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റുകൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകളും തൊട്ട് താഴെ നിങ്ങൾക്ക് നോക്കിയേ, കൺവേർജൻ ബൗണ്ടറി, ഡൈവേർജൻ ബൗണ്ടറി, ഇതൊക്കെ ഓരോ എന്താണ് പ്ലേറ്റുകളാണ്. അതേപോലെ ഫിഗർ 1.4 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഈ പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഈ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ച ഫോൾഡിങ് ഓഫ് റോക്സ് അറിയാമല്ലോ, റോക്സ് ഇങ്ങനെ മടങ്ങി കുഞ്ഞു മൗണ്ടൻ പോലെ. അപ്പം അതാണ് ആ ഫിഗർ 1.4 സംഭവിക്കുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കപ്പോൾ അടുത്തത് എന്താണെന്ന് നോക്കിയൊക്കെ. അപ്പോൾ എർത്ത് പ്രോസസ് ലൈക്ക് ഓറോജെനിക് ആർ ആക്റ്റീവ് എലോങ് ദ പ്ലേറ്റ് ബൗണ്ടറീസ്. അപ്പം ഈ ഒരു മൗണ്ടൻ ബിൽഡിംഗ്, അതാണ് ഓറോജെനിക് എന്ന് പറഞ്ഞാൽ, മൗണ്ടൻ ഉണ്ടാവുന്ന പ്രോസസ്സ് എല്ലാം ഈ പ്ലേറ്റിൻ്റെ ബൗണ്ടറീസിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അതായത് 3 ബൗണ്ടറീസാണ് നമുക്ക് മെയിനായിട്ടുള്ളത്: കൺവേർജൻ ബൗണ്ടറി, ഡൈവേർജൻ ബൗണ്ടറി ആൻഡ് ട്രാൻസ്ഫോം ബൗണ്ടറി. അപ്പോൾ എന്താണ് കൺവേർജൻ ബൗണ്ടറി എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. എന്താ കൺവേർജൻ ബൗണ്ടറി?
കൺവേർജൻ ബൗണ്ടറി എന്ന് പറയുന്നത് ബൗണ്ടറീസ് വെയർ പ്ലേറ്റ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ബൗണ്ടറിയാണ് കൺവേർജൻ ബൗണ്ടറി. ഈ ഡൈവേർജൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കൺവേർജിങ് ലെൻസും ഡൈവേർജിങ് ലെൻസും ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? കൺവേർജിങ് എന്ന് പറയുമ്പോൾ രണ്ടും ഇങ്ങോട്ട് വരിക, ഡൈവേർജിങ് എന്ന് പറയുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് പോവുക. അപ്പോൾ ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയർ പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ, അല്ലേ? രണ്ടുപേരും രണ്ട് രീതിയിലേക്ക് പോവുക, അതാണ് ഡൈവേർജൻ ബൗണ്ടറി. ഇനി ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്താണ്? ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് സ്ലൈഡ് ഈച്ച് അതർ, അല്ലേ? രണ്ടുപേരും അങ്ങോട്ടും എന്താണ് രണ്ട് ദിശയിലേക്ക് എന്താണ് സ്ലൈഡ് ചെയ്തങ്ങ് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറയുന്നത്. സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളത്? ഫോർമേഷൻ ഓഫ് ഫോൾഡ് മൗണ്ടൻസ്. എങ്ങനെയാണ് ഈ ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാകുന്നതെന്നാണ്. അതായത് ഈ മൗണ്ടൻസ് ഇങ്ങനെ മടങ്ങി 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 എങ്ങനെ മൗണ്ടൻ ഉണ്ടാവും? റോക്ക് ലെയേഴ്സ് എലോങ് ദ കൺവേർജൻ ബൗണ്ടറി ഗെറ്റ് ഫോൾഡഡ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ്, അല്ലേ? അപ്പം താഴെ ഈ ലിത്തോസ്ഫിയർ പാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്രസ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർന്ന് വരുന്ന സമയത്ത് റോക്ക് ലെയേഴ്സ് എന്താവാൻ തുടങ്ങും? ഫോൾഡ് ആവാൻ തുടങ്ങും. നമ്മൾ നേരത്തെ കണ്ട മടങ്ങി 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 എന്ത് ചെയ്യും? അതിങ്ങനെ പയ്യെ 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 എന്താണ് ഒരു മല പോലെ ഉണ്ടായി അങ്ങ് വരും. അപ്പോൾ അടുത്ത ചോദ്യം അത് തന്നെയാണ്. ഹൗ ദ ഹിമാലയാസ് വെയർ ഫോംഡ്? ഇന്ത്യൻ പ്ലേറ്റ് ഇൻക്ലൂഡ്സ് പെനിൻസുലാർ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ്. ഞാൻ 2 കോണ്ടിനെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പെനിൻസുലാർ ഇന്ത്യ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റും കണ്ടല്ലോ. ഇത് ഇൻ സദേൺ ഹെമിസ്ഫിയർ അബൌട്ട് 150 to 160 മില്യൺ ഇയേഴ്സ് അഗോ. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ പെനിൻസുലാർ ഇന്ത്യയും ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് എന്താണ്? വർഷങ്ങൾക്ക് 160 മില്യൺ ഇയേഴ്സ് എഗോ ഉള്ള സംഭവമാണ്. നമുക്കറിയാം പണ്ടൊക്കെ ഈ ഓസ്ട്രേലിയ ഇന്ത്യയുടെ കൂടെ ആയിരുന്നെന്നും അതിനുശേഷം കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് സംഭവിച്ചാണ് ഓസ്ട്രേലിയ മറ്റൊരു കോണ്ടിനെൻ്റായി മാറിപ്പോയെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റും പെനിൻസുലാർ ഇന്ത്യയും ഇതൊക്കെ എന്താണ് 150 to 160 മില്യൺ ഇയേഴ്സ് എഗോ ഈ 2 ഇന്ത്യൻ പ്ലേറ്റിനകത്തുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് മൂവ് നോർത്ത് വേർഡ്സ് ക്ലോസ് ടു യുറേഷ്യൻ പ്ലേറ്റ്, അല്ലേ? അപ്പം നിങ്ങൾക്ക് ആ പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ ഫിഗർ 1.4 ഉണ്ട്, അല്ലാതെ ഞാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിക്ചർ. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും ഉണ്ട്, അല്ലേ? ഇതിൻ്റെ നടുക്കാണ് എന്തുള്ളത്? ടെത്തിസ് എന്ന് പറയുന്ന കടൽ. ഓക്കെ, അപ്പോൾ ടെത്തിസ് എന്ന് പറയുന്ന കടൽ പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ ഈ ടെത്തിസ് കടൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കോ. അപ്പം ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ മൂവ് നോർത്ത് വേർഡ്സ് പരസ്പരം ഇങ്ങോട്ട് എന്താണ് വരികയാണ്. നമ്മളെ കൺവേർജൻറ്റ് ബൗണ്ടറി പോലെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് വരുന്ന സമയത്ത് ടെത്തിസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 2 ലാൻഡ് മാസസ് സ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ് ദിസീസ് ഹൗ ദ ഹിമാലയസ്, അല്ലേ? അപ്പം ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ടെത്തിസ് സീബെഡ്, അതായത് കടലിൻ്റെ താഴെയുള്ളത്, കടലിൻ്റെ അങ്ങേ താഴെയില്ലേ, അതിനെയാണ് സീബെഡ് എന്ന് പറയുന്നത്, കടലിൻ്റെ ഏറ്റവും അടിയിലുള്ള പ്രതലം. അപ്പോൾ അത് പയ്യെ 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 എന്ത് ചെയ്യാൻ തുടങ്ങും? പൊങ്ങി വരാൻ തുടങ്ങും. അങ്ങനെ പൊങ്ങിയാണ് എന്തുണ്ടായത്? നമ്മുടെ ഹിമാലയ ഫോം ചെയ്തിരിക്കുന്നത്. അതാണ് ആദ്യത്തെ പിക്ചറിൽ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും പുഷ് ചെയ്യുന്നുണ്ട്. ടെത്തിസ് നിങ്ങൾക്ക് കാണാം കടൽ. അപ്പോൾ ടെത്തിസ് സീബെഡ് അതിൻ്റെ അടിയിൽ നിന്നും സംഭവം എന്താണ്? പൊങ്ങി വരെയാണ്. അതുപോലെ അടുത്ത പിക്ചറിൽ കണ്ടില്ലേ, അത് കുറച്ചുകൂടെ ഫോൾഡായി. അതിൻ്റെ ഏറ്റവും അവസാനം അത് മടങ്ങി എന്തായി? ഒരു ഹിമാലയായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒരു ദിവസം പെട്ടെന്ന് രാവിലെ സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല, ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് സംഭവിക്കുന്നതാണ്. ഈ ഒരു കാര്യം ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഹിമാലയയുടെ മീറ്റർ 8800 മീറ്റർ എന്ന് പറഞ്ഞ് അളന്നു പോയെന്ന് വെച്ചോ, ഒരു 10 വർഷം കഴിഞ്ഞു വന്ന് അളക്കുമ്പോൾ അതിനകത്ത് നേരിയ ഒരു സ്മോൾ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ എന്താണ് ഹിമാലയാസ് വെയർ ഫോംഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ മറക്കരുത്. സോ നമുക്കിന്ന് ഒരു കാര്യവും കൂടെ പഠിച്ചിട്ട് നമുക്ക് നിർത്താം. ഞാൻ പറഞ്ഞില്ലേ 13ാമത്തെ പേജ് വരെ കുറച്ചുകൂടെ ഉള്ളൂ. സോ നോക്കിക്കോ, ഹിമാലയാസും അതിൻ്റെ ഡിവിഷൻസുമാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അത് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഗോർജ് എന്നുള്ളത് പഠിക്കണം. ജോർജ് അല്ല, ഗോർജസ്. അപ്പോൾ ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആർ നോൺ ആസ് ഗോർജസ്, അല്ലേ? അപ്പം ഇവിടെ എന്താണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീപ്പ് വാലി എന്ന് വെച്ചാൽ എന്താണ്? താഴ്വാരം. ഈ താഴ്വാരം എന്ന് പറയുമ്പോൾ നല്ല ഡീപ്പായിരിക്കും. ഡീപ്പ് മാത്രമല്ല, ഈ താഴ്വാരത്തിലൂടെ പല നദികളും ഒഴുകി പോകാറുമുണ്ട്. അപ്പോൾ ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ്, 2 സൈഡും നല്ല കുത്തനെയുള്ള ഇറക്കവുമായിരിക്കും. ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് ഗോർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിവർ ഇൻഡസ്, റിവർ ഗംഗ, റിവർ ബ്രഹ്മപുത്ര ക്രിയേറ്റ് ഗോർജസ് അക്രോസ് ദ ഹിമാലയൻ റേഞ്ചസ് ത്രൂ ഇറോഷൻ. അപ്പം ഇറോഷൻ സംഭവിച്ചിട്ടാണ്, നമ്മളെ ഇറോഷൻ എന്ന് വെച്ചാൽ എന്താണ്? മണ്ണൊലിപ്പ്, അതൊക്കെ ഉണ്ടല്ലോ, മണ്ണൊക്കെ ഒലിച്ച് വരുന്നതും. അപ്പോൾ ഇങ്ങനെ മണ്ണൊലിച്ച് ഈ വാലി ഉണ്ടായി. ഈ വാലിയുടെ അടിയിലൂടെ എന്ത്
അതിലൂടെ എന്ത് ഒഴുകും? ഇതുപോലത്തെ നദികളൊക്കെ ഒഴുകും. അതുപോലെ തന്നെ ഈ റീജിയണൽ ഡിവിഷനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. കാര്യം ഞാനത് വേണമെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. അടുത്ത വീഡിയോ പാർട്ട് 2 എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതിന് മുമ്പേ തന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒന്നുകൂടെ പറഞ്ഞിട്ട് തുടങ്ങാം. ഇൻ കേസ് അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ മെയിൽ ID പ്രൊവൈഡ് ചെയ്യാം, മെയിൽ അയയ്ക്കുക. ഞാൻ വേണമെങ്കിൽ ക്ലിയർ കട്ട് നോട്ട്സ് തരാം. ഓക്കെ, അല്ലെങ്കിൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഫോൺ നമ്പർ തരാം. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക. ഈ നോട്ട്സ് ഉപയോഗിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കുറേ കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് പിക്ചേഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. സോ പഠിക്കുന്ന സമയത്ത് ആ ഒരു പിക്ചർ ഇമേജും കൂടെ മനസ്സിൽ കണ്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. So, have a good day. Bye bye. See you until next video.